ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ അലീന വൈജാമഠത്തിനെ പൊളിച്ചടുക്കുന്നുണ്ട്. ആഗ്രഹകഥ പറഞ്ഞ് വൈജയോട് അലീന പറയുന്നുണ്ട്, മഠം വീട്ടിൽ പോയി അച്ഛനോട് പഴയ ഗർവോടെ അഹങ്കാരത്തോടു കൂടെ സംസാരിക്കരുത്. മക്കൾ പറയുന്നതും അച്ഛൻ പറയുന്നതും കേട്ട് ജീവിക്കണം. അത് കേൾക്കുമ്പോൾ വൈജ പറയും, കഴിഞ്ഞ 22 വർഷം ആ മനുഷ്യൻ്റെ ഒപ്പം ജീവിച്ചതാണ് ഞാൻ. നീ എന്നെ ഉപദേശിക്കണ്ട ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത്, എങ്ങനെ പെരുമാറണമെന്നുള്ളത്. ആ 22 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് ആണെടുത്തൻ്റെ കൂടെ ജീവിച്ചതും ഓർമ്മ വേണം എന്ന് അലീന പറയുമ്പോൾ നമ്മുടെ വൈജാമോള ഞെട്ടി നിൽക്കുകയാണ്. അലീന പറയുന്നുണ്ട്, തലയ്ക്കടിയേറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും, നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതാകും. വൈജാമഠം ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം എന്ത് വിചാരിച്ചാലും ആ അച്ഛൻ എനിക്ക് എൻ്റെ അച്ഛനായിരുന്നു. അവിടെയുള്ള മക്കൾ എൻ്റെ കൂടപ്പിറപ്പുകളായിരുന്നു. മാഡം എനിക്ക് എൻ്റെ അമ്മയായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകും. എന്നിട്ട് മുത്തശ്ശിയുടെ മുറിയിൽ ചെന്നിട്ട് മുത്തശ്ശിയെന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും, മനു പറഞ്ഞായിരുന്നു നീ വന്നിട്ടുണ്ടെന്ന്. മുത്തശ്ശിക്ക് സുഖമല്ലേ? എനിക്ക് സുഖം തന്നെ. മുത്തശ്ശിക്ക് കൃത്യമായിട്ട് മരുന്നൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, കൃത്യമായിട്ടെല്ലാം കിട്ടുന്നുണ്ട്. എന്നാലും നീ തരുന്നതിൻ്റെ അത്രയും കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതെന്താ? ഇവിടെ ഉള്ളൊരു സ്നേഹമുള്ളവരല്ലേ? ഇവിടെ ഉള്ളൊരു സ്നേഹമൊക്കെ ഉള്ളവരാ. വൈജയോട് നീ യാത്ര ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞുള്ളൂ? നന്നായി വരാൻ പറഞ്ഞു. എനിക്കറിയത്തില്ലേ, അവൾ നിന്നെ പ്രാഗി കാണും. നീ എന്നോട് കള്ളം പറയൊന്നും വേണ്ട. മുത്തശ്ശിയോട് വല്ലപ്പോഴൊക്കെ ഒരു കള്ളം പറയാം. ആയിക്കോട്ടെ. അവളൊന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷത്തോടെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാമായിരുന്നു. അതിനൊക്കെ ഒരു യോഗം വേണ്ടേ മുത്തശ്ശി? നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അവൾക്ക് സമാധാനം കിട്ടുമോ മോളെ? ഈശ്വരനൊന്നുണ്ടല്ലോ. മുത്തശ്ശി അങ്ങനെയൊന്നും പറയണ്ട. ആ വീട്ടിലുള്ള 4 പേരും എന്നെ സ്നേഹിച്ചില്ലേ, ബഹുമാനം തന്നില്ലേ, അത് മതി എനിക്ക്. മാഡം എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ ഒരു വീട്ടിലും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുടുംബം എന്താണെന്നും കുടുംബ ബന്ധങ്ങൾ എന്താണെന്നും ഒക്കെ അറിയുന്നത്. കടപ്പെട്ട ഒരു വീട്ടിലാണ് എന്നെ ഒരു അംഗത്തെ പോലെ എല്ലാവരും കണ്ടത്. ഒരു വീട്ടിൽ ഒരു ഡൈനിങ് ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കാനുള്ള അനുവാദം തന്നതും ആ സാഹചര്യങ്ങളുണ്ടായതും എല്ലാം അവരെന്നെ ഒത്തിരി സ്നേഹിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. എനിക്കത് മതി മുത്തശ്ശി. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു മോളെ. മുത്തശ്ശി എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്? മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമായിരുന്നല്ലോ. ഇടയ്ക്ക് പിന്നെ എന്തൊരു ഇഷ്ടമില്ലായിരുന്നു. ഇന്നിപ്പോൾ എന്നോട് ഇഷ്ടമില്ലയോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ് മോളെ. ഞാൻ മുത്തശ്ശിയോട് യാത്ര പറയാൻ മാത്രമായിട്ടല്ല വന്നത്, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കാനും കൂടിയാണ് വന്നത് എന്ന് അലീന പറയും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന മോളെ, നീ നന്നായി വരും. അപ്പോൾ ഇനി എന്ന് കാണാനാ മോളെ നമ്മൾ തമ്മിൽ? ഇനി നമ്മൾ തമ്മിൽ കാണാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ വരും മുത്തശ്ശി, മുത്തശ്ശിയെ കാണാൻ. മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഗംഗേട്ടനും ശിവേട്ടനും മനുവും കൂടി നിൽക്കുക. അപ്പോൾ ഗംഗേട്ടൻ ചോദിച്ചു, മുത്തശ്ശി എന്താ പറഞ്ഞു? യാത്ര പറഞ്ഞോ? മുത്തശ്ശിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും സങ്കടം, ഇപ്പോഴും സങ്കടം. അപ്പോൾ മുത്തശ്ശിക്ക് ഇപ്പോഴല്ല കാര്യങ്ങളൊക്കെ അറിയാവുന്നത്, അതുകൊണ്ടാണ്. വൈജയോട് സംസാരിച്ചോ? സംസാരിച്ചു. കുറച്ചധികം സംസാരിക്കേണ്ടി വന്നു. എന്തു പറഞ്ഞു? നീ എന്തെങ്കിലും വിട്ടു പറഞ്ഞോ? ഞാൻ ആഗ്രഹയെ കുറച്ച് സൂചിപ്പിച്ചു. ഞങ്ങളും ഇത് പറയുന്നതാ, അത് ഓർമ്മ വേണമെന്ന്. പക്ഷെ അവൾ അനുസരിക്കില്ല. യാത്ര പറയാൻ വന്ന അങ്കിളെ, എവിടെ പോകുന്നത് തീരുമാനിച്ചോ? തീരുമാനമായിട്ടുണ്ട്. കുളത്തൂപ്പുഴ ഒരു പ്ലാന്ററുടെ വീട്ടിൽ. പ്ലാന്ററോ? അപ്പോൾ ശിവേട്ടൻ ചോദിച്ച്, ബാലന് പ്ലാന്ററുമായിട്ട് എന്തോ കുളത്തൂപ്പുഴ കണക്ഷൻ? ആ പ്ലാന്ററുടെ പേരെന്തുവാ? അത് പറഞ്ഞില്ല അങ്കിളെ. നോക്ക് പേടിയുണ്ടോ ഇവിടെ പോകുന്നില്ല? എനിക്കൊരു പേടിയില്ല. എനിക്ക് ഏറ്റവും നല്ലതും എൻ്റെ സേഫ്റ്റിയും നോക്കിയ അച്ഛൻ എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ഞങ്ങൾ മോൾ ആരാന്നറിയാതെ ഞങ്ങൾ പറഞ്ഞതും ചെയ്തിട്ടുള്ളതൊന്നും മനസ്സിൽ വെക്കരുത്. അപ്പോൾ പറയും, അതൊന്നും ഒരു സംഭവമല്ല അങ്കിളെ. അതിലും വലിയ സംഭവം 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചോരക്കുഞ്ഞിനെ കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിലേക്ക് കൈമാറുമ്പോൾ അതിലും വലുതൊന്നും അല്ലല്ലോ. ഗംഗേട്ടൻ പറയും, മോൾ ഒറ്റയ്ക്കല്ല, മോൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കാം, എന്നോട് പറയാം. എന്നിട്ട് അവരുടെ യാത്ര ചോദിച്ച് ഇറങ്ങും. അപ്പോൾ ശിവേട്ടൻ പറയും, മനുവിനോട് വീട്ടിൽ കൊണ്ടാക്കാൻ. അങ്ങനെ മനുവും അലീനയും കൂടെ കാറിൽ ഇങ്ങനെ വരികയാണ്. വരുമ്പോൾ മനു ചോദിക്കും, എന്താ യാത്ര പറയാൻ വരണ്ടായിരുന്നെന്ന് തോന്നിയോ? ഒരിക്കലും തോന്നിയില്ല. സംസാരിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. എന്നിട്ട് സംസാരിച്ചോ? സംസാരിച്ചു.
എന്ത് പറഞ്ഞു? അച്ഛനും മക്കളും പറയുന്നത് കേട്ട് ജീവിക്കണം, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് പറഞ്ഞു. അച്ഛനോട് പഴയ അഹങ്കാരത്തോടെയും ഗർവോടും കൂടി സംസാരിക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, 22 വർഷം ഞാൻ ആ മനുഷ്യനോടൊപ്പം ജീവിച്ചതാണ്, നീ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, 22 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ച ജീവിതം കൂടെ ഓർമ്മയിൽ വേണമെന്ന്. അപ്പോൾ ഞെട്ടി നിന്ന്. ആഹാ, അപ്പം കരുതിക്കുട്ടി വന്നതാ അല്ലേ? പറയാൻ വേണ്ടി വന്നതാണ്. അത് പറഞ്ഞേ പറ്റത്തുള്ളൂ, എങ്കിലേ ഒരു പേടി കാണത്തുള്ളൂ. അല്ലെങ്കിൽ അച്ഛനോട് പഴയ രീതിയിൽ തന്നെ പെരുമാറും, അഹങ്കാരത്തോടെയും ഗർവോടും കൂടി. പിന്നെ അച്ഛൻ അന്നേരം പൊട്ടിത്തെറിക്കും, പിന്നെ ആ കുടുംബം തന്നെ ഇല്ലാതാകും, എല്ലാം ചിന്നിച്ചിതറും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പേടി കാണുമല്ലോ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ആഗ്രയിലെ കഥകളൊക്കെ അറിയാമെന്നുള്ളൊരു പേടിയും അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കുമല്ലോ, വിളിച്ച് സംസാരിക്കുമ്പോൾ എന്നെ വിളിച്ചാലും എന്നോട് ചോദിച്ചാലും എനിക്ക് പറയാമല്ലോ, ഇതൊക്കെ അറിയാമെന്നുള്ളത്. അപ്പോൾ ഒരു പേടി വേണ്ടായി, അതിനു വേണ്ടി പറഞ്ഞതാ. അപ്പോൾ ആൻറ്റി നിന്നെ വിളിക്കുമല്ലോ, വിളിച്ചിട്ട് ചോദിക്കും നീ എങ്ങനെ അറിഞ്ഞെന്നും ഒക്കെ. അപ്പോൾ ഞാൻ പറയും ആഗ്രഹം ജീവിച്ച പട്ടാളക്കാരൻ്റെ കാര്യമൊക്കെ, നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതൊക്കെ ഞാൻ പറയും. അപ്പോൾ പിന്നെ എന്നോടൊന്നും ചോദിക്കത്തില്ല. അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിലേ ആ കുടുംബത്തിന് തന്നെ ഒരു നിലനിൽപ്പുണ്ടാകത്തുള്ളൂ മനുവേട്ട. അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല കാര്യം. അപ്പം നീ എന്നോട് യാത്ര പറയുന്നില്ലേ? മനുവേട്ടനല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എൻ്റെ കൂടെ ഇത്രയും നാൾ നിന്നത്, എന്നെ കെയർ ചെയ്തത്. ഓ, കടപ്പാട്. എൻ്റെ ജീവിതത്തിൽ മനുവേട്ടൻ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു സ്ഥാനമാണ് മനുവേട്ടനുള്ളത്. അപ്പോൾ മനു ചോദിച്ചു, എന്ന് വരെ? എൻ്റെ മരണം വരെ. അടുത്ത ജന്മത്തിലും ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെ ഇനിയും മനുവേട്ടൻ്റെ കെയറിങ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ മനു ആണെങ്കിൽ വാക്ക് കൊടുക്കും. അപ്പോൾ മനു സമ്മതം പറയും. വണ്ടി നിർത്തിയിട്ട് അവരെങ്ങനെ കൈ കൊടുത്ത് നിൽക്കുന്ന സീനാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.